ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കോഴിക്കോട്ടേക്ക് പോവുകയാണ്. കോഴിക്കോട് മലപ്പുറത്തേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ പോകാം. ആദ്യം നമ്മൾ രാവിലെ കഴിച്ചത് പൊറോട്ടയും ബീഫാണ്. അടിപൊളി മുരിഞ്ഞ പൊറോട്ടയും അടിപൊളി ബീഫ്. അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്ന് വണ്ടിയിലേക്ക് കയറി യാത്ര പിന്നെയും തുടർന്നു. പോകുന്ന വഴിക്കാണ് നമ്മൾ വയനാടൻ വ്ളോഗറിൻ്റെ വയനാടൻ ബസ് കണ്ടത്. ആദ്യമായിട്ടാണ് കണ്ടത്. വീഡിയോ എടുക്കാൻ പറ്റിയില്ല, ഫോട്ടോ മാത്രമേ കിട്ടിയുള്ളൂ. പിന്നെ നമ്മൾ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി ബിരിയാണിയാണ് കഴിച്ചത്. അടിപൊളി ബിരിയാണിയായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ ഒരു അങ്കിളിൻ്റെ വീട്ടിൽ. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പം ഈ ബാക്കിൽ കാണുന്നതാണ് വീട്. ആ ബാക്കിൽ കാണുന്ന മരങ്ങളുടെ ഇടയ്ക്കുള്ളതാണ് വീട്. അത് നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീടാണ്. നമ്മൾ റോഡ് സൈഡ് തന്നെയാണ്. അപ്പം ഇവിടെ കുറച്ച് മരങ്ങൾ കൂട്ടിയിട്ടുണ്ട്, കാണിച്ചു തരാം. ഇതുകൊണ്ടോ, നമുക്കിന്ന് മേലെ ഒന്ന് കയറാം. അപ്പം ചുറ്റും പറമ്പുകളൊക്കെയാണ് കേട്ടോ. അപ്പോൾ സമയം ഇപ്പം നല്ലോണം ലേറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വന്നത് കുറച്ച് ലേറ്റായിപ്പോയി. സമയം ഞാൻ കാണിച്ചു തരാം. സമയം 6:50 ഓക്കെ. നമുക്കിനിയിപ്പം വീട്ടിലേക്ക് പോവാം. അപ്പം ഞാൻ രാവിലെ ഇന്നലെ നിന്ന് വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ പോവുകയാണ്. 6:30 നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. എന്നിട്ട് വേറൊരു ആൻറ്റിയുടെ വീടും കൂടെ ഉണ്ട്, അവിടെയും കൂടെ കയറി ഉച്ചഭക്ഷണം അവിടെ നിന്നാണ്. പിന്നെ കുറച്ച് പേരും കൂടെ കാണാനുണ്ട്. അപ്പം നമുക്ക് പോവാം. അതിന് ശേഷമാണ് നമ്മൾ ഹൈലൈറ്റ് മാളിൽ പോകുന്നത്. പരപ്പനങ്ങാടിയിലാണ്. അപ്പം ഞാനൊരു കനാലിൽ വെള്ളം ഇങ്ങനെ ചാടുന്നൊരു ഇത് കണ്ടിട്ട് നിർത്തിയതാണ്. ഇതുണ്ടോ, അപ്പുറത്തൊരു കമ്പിപ്പാലവും വരുന്നുണ്ട്. അപ്പം നമ്മളിനി ആദ്യം പറഞ്ഞ ഒരു ആൻറ്റീൻ്റെ അടുത്തോട്ട് പോവാണ്. അപ്പം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പരിപാടികളുണ്ടായിരുന്നു. ഒരു കോൺവെൻറ്റിൽ കയറാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മളിപ്പം നേരെ ഇനി ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ വന്ന വീട്ടിൽ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് കാണുന്നതും തിന്നാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തിന്നാം. ചെറിയ മധുരം, ചെറിയ പുളിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഇവിടെ ഇപ്പം പുളിയായിട്ട് വേറൊന്നുമില്ല. ഇപ്പം തക്കാളി മാത്രമേ ഉള്ളൂ. തിന്ന് നോക്കാം. അപ്പം നമുക്ക് ഇവരുടെ പറമ്പിൽ കൂടെ വന്നപ്പോൾ മെയിൻ സാധനം കിട്ടിയിട്ടുണ്ട്, ചിലിമ്പിക്ക. ഇതിൻ്റെ ഒരു കടി നമുക്ക് കടിച്ച് നോക്കാം. ശരിക്കും എന്താ പറയുക, റംബൂട്ടാനൊക്കെ തിന്നുന്ന ഒരു ഫീല്. അടിപൊളി. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വലിയ വലിയ ബിൽഡിങ്സ് ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ മുന്നോട്ട് പോകാം. അപ്പോൾ അവിടെ കാണുന്ന വലിയ ബിൽഡിങ്ങിൽ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇനി നമ്മൾ ഹൈലൈറ്റ് മാളിലേക്ക് ഹൈവേന്ന് ടേൺ ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു. ആദ്യമായിട്ടാണ് കാണുന്നത്. വലിയ സന്തോഷമുണ്ട്. അങ്ങനെ നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ ഗേറ്റിലൂടെ പ്രവേശിക്കുകയാണ്. കയറി വരുമ്പോൾ തന്നെ പരസ്യങ്ങളുടെ വലിയ സ്ക്രീനുണ്ട്. ആ
ബേക്കിൽ കാണുന്ന ആകാശത്തോളമുള്ള ബിൽഡിങ്സ് എല്ലാം ഈ ഹൈലൈറ്റ് മാളിൻ്റേതാണ്. അങ്ങനെ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തി. പാർക്കിങ്ങിൽ സിനിമ പോസ്റ്റേഴ്സ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എന്തായാലും ഒരു അടിപൊളി വണ്ടി കാണുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. വേറൊന്നുമല്ല, മിനി കൂപ്പറാണ്. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അങ്ങനെ നമ്മൾ മേലോട്ട് കയറാൻ തുടങ്ങി. എത്ര കയറിയിട്ടും നമുക്കൊന്ന് നമ്മുടെ മെയിൻ ഫ്ലോറിലേക്കൊന്നും എത്താൻ പറ്റുന്നില്ല. അവസാനം നമ്മൾ എത്തിയിരിക്കുന്നു. അടിപൊളി. ഇത്രയും വലിയൊരു മാൾ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പം എൻ്റെ വലിയ ആഗ്രഹമാണ് ഗോ കാർട്ടിങ് ചെയ്യാൻ വേണ്ടി. അപ്പം ഗോ കാർട്ടിങ് ചെയ്യാൻ വേണ്ടി പോകാം. അപ്പം ഇനിയിപ്പോൾ ഗോ കാർട്ടിങ് എവിടെ നിന്ന് കണ്ടുപിടിക്കണം. ഫൈനലി നമ്മൾ ഗോ കാർട്ടിങ് കണ്ടുപിടിച്ചിരിക്കുന്നു. അങ്ങനെ എൻ്റെ ചാൻസും വന്നു. ഞാനും കയറി. അവരെനിക്ക് റൂൾസുകൾ പറഞ്ഞു തരികയാണ്. ഈ വണ്ടിക്ക് എന്തിന് പറ്റുകയാണെങ്കിൽ നമ്മൾ തന്നെ പൈസ കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഓവർ ഡ്രിഫ്റ്റിങ് പാടില്ല, ഓവർ റേസിങ് പാടില്ല. ഇതൊക്കെയാണ് റൂൾസ്. അതുമാത്രമല്ല, സൈഡിൽ തന്നെയാണ് സൈലൻസർ വരുന്നത്. അതേ കൈ തട്ടാതെ സൂക്ഷിക്കണം. അവസാനമായിട്ട് അവർ എനിക്കൊരു ഹെൽമെറ്റും തലയിൽ വെക്കാൻ ഒരു കവറും തന്നു. ഹെൽമെറ്റ് എല്ലാവർക്കും ഉപയോഗിക്കേണ്ടത് കൊണ്ടാണ് നമുക്ക് കവർ തരുന്നത്.
അങ്ങനെ ഞാനും തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമുക്ക് താഴോട്ട് പോകാം. ഗോ കാർട്ടിംഗ് ആണെങ്കിൽ ശരിക്കും ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെ. അടിപൊളി എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമുക്കൊരിക്കലും മറക്കാനാവാത്ത എക്സ്പീരിയൻസ് ആണ്. എൻ്റെ ഫ്രണ്ട്സ് അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തായാലും ഗോ കാർട്ടിങ് കാണുമ്പോൾ എന്തായാലും എല്ലാവരും കാരണം അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഒന്നും പറയാനില്ല, വേർത്ത് കുളിച്ചു. ഇപ്പോൾ എ സിയിലേക്ക് കയറി അടിപൊളി. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് കുറച്ച് ഡ്രസ്സ് എടുക്കാനുണ്ട്. എൻ്റെ പള്ളീൻ്റെ പെരുന്നാളിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാം. അപ്പം ഞാൻ എക്സ്പാൻഷനാണ് പോകുന്നത്. എനിക്ക് വേണ്ട മോഡൽ ഡ്രസ്സൊക്കെ എക്സ്പാൻഷനാണ് കിട്ടുന്നത്. അപ്പം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം നമ്മൾ കുറച്ച് മുട്ടായികളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. വലിയ കാര്യമായിട്ടൊന്നും മേടിക്കുന്നില്ല, എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി പോവുകയാണ്. സാധനങ്ങൾ മേടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ സംഭവം കാണുന്നത്. നോക്കി, കവാസുക്കി നിഞ്ച ആദ്യമായിട്ടാണ് ഞാൻ ഇത്ര അടുത്തായിട്ട് കാണുന്നത്. അടിപൊളിയായിരുന്നു. പിന്നെ എന്തെല്ലാം ഒരു ബൈക്കുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ മനുഷ്യന്മാർക്ക് ഓടിക്കാൻ പറ്റുമെന്ന് പോലും എനിക്കറിയില്ല, അത്ര അടിപൊളിയായിരുന്നു. അപ്പം നമ്മൾ ബബിൾ ടീ മേടിച്ചിട്ടുണ്ട്. അപ്പം ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട് വണ്ടിക്കകത്തായതുകൊണ്ടാണ്. അപ്പം നമ്മൾ ഇനിയിപ്പോൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് പോവുകയാണ്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഈ ചോക്ലേറ്റ് സ്മൂത്തി ഇല്ല, അതിൻ്റെ ടേസ്റ്റും പിന്നെ ഒരു ഉണ്ട ഇങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഒരു ജെല്ലി പോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് വേറെയും കുറച്ച് സാധനം മേടിച്ചിട്ടുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ 2 പീസ് കേക്ക് കൂടെ മേടിച്ചിട്ടുണ്ട്. ചോക്ലേറ്റിൻ്റെ ഫാൻ ആയതുകൊണ്ട് ചോക്ലേറ്റിൻ്റെ കേക്ക് തന്നെയാണ് മേടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ ഏകദേശം പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ടേസ്റ്റ് മതിയല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ടേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ പേരൊന്നും അറിയില്ല, എന്നാലും ഇത് ടേസ്റ്റ് ചെയ്യാം. നല്ല അടിപൊളി ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. നമുക്കിനി രണ്ടാമത്തെ ടേസ്റ്റ് ചെയ്യാം. ഇത് ചോക്കോ ചിപ്സിൻ്റെ കേക്കാണ്. ഇതിന് രണ്ടിനും ഏകദേശം ഒരേ ഫ്ലേവർ തന്നെ, പക്ഷേ ഇതിന് കുറച്ചുകൂടെ സ്വീറ്റ് ആയത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചോക്കോ ചിപ്സും ഉണ്ട്, ഇത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ ഈ യാത്ര തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.